എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് MDMന്റെ നൈസ് പൾവറൈസർ ആണ്. ഇതിന് എന്തുകൊണ്ട് നൈസ് പൾവറൈസർ എന്ന് പേരെന്ന് വെച്ചാൽ ഇത് നല്ല രീതിക്ക് ഫൈനായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നൈസ് പൾവറൈസർ എന്ന് പേര് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു നൈസ് പൾവറൈസർ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ ചെറിയ രീതിയിൽ പശു ഫാം നടത്തുന്നതാണെങ്കിലും ആടിൻ്റെ ഫാം, കോഴി ഫാം അങ്ങനെയുള്ള ഫാമുകളിൽ അതിൻ്റെയൊക്കെ തീറ്റ പൊടിക്കാനും അതേപോലെ തന്നെ ചെറിയ സംരംഭങ്ങൾ ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഒരു ഫുഡിൻ്റെ ഫാക്ടറി പോലെ എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ തന്നെ അതിലേക്കൊക്കെ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു മെഷീനാണ് നമ്മുടെ ഈ നൈസ് പൾവറൈസർ. അപ്പോൾ ഈ MDMന്റെ ഈ പൾവറൈസർ വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയൊരു 10 പശുക്കളുടെ ഫാം നടത്തുന്ന ഒരു കർഷകനാണെങ്കിൽ 1 ടണ്ണ് മിനിമം ഇപ്പോൾ തീറ്റയെങ്കിലും അതിനൊരു മാസത്തേക്ക് നമ്മൾ പൊടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ പുറത്ത് പോയാണ് നമ്മൾ പൊടിക്കുന്നതെങ്കിൽ മിനിമം 15 രൂപയെങ്കിലും ഓരോ മില്ലുകാർ വാങ്ങുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു മാസത്തേക്ക് നമുക്ക് 15,000 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട് പൊടിക്കാനായിട്ട് മാത്രം. പക്ഷേ നമ്മുടെ MDMന്റെ ഈ ഒരു പൾവറൈസർ വെച്ച് നോക്കിയാൽ പണിക്കാരുടെ ചിലവ് വരെ കൂട്ടിയാൽ പോലും നമുക്ക് 1 കിലോയ്ക്ക് വെറും 2 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ 2 രൂപ വെച്ചാണ് നമ്മൾ പൊടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം 13,000 രൂപ വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതൊരു വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,00,000 മുകളിലേക്ക് വരെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മെഷീനിൽ 1 കിലോ പൊടിച്ച് കിട്ടാൻ വെറും 2 രൂപ മാത്രം മതിയെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഈ വെറും 2 രൂപയെന്ന്. കാരണം നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റി, ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് പെട്ടെന്ന് പൊടിച്ച് കിട്ടുകയും അതേപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ MDMന്റെ മോട്ടറിൽ നിന്ന് വരുന്ന RPM കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ചാർജ് ബില്ല് നമുക്ക് കുറച്ച് തന്നെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ലേബർ ചാർജ് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും. അതുപോലെ ലേബർ ചാർജ് നമുക്ക് അതേപോലെ തന്നെ കുറവായിരിക്കും. നമ്മളൊരു ദിവസം ഈ ഒരു മെഷീൻ കൊണ്ട് ഒരു 100 കിലോ വെച്ച് നമ്മൾ പൊടിച്ച് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1000 രൂപ കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് പൊടിച്ച് കൊടുക്കുമ്പോൾ ഇതിന് ചിലവ് വെറും 200 രൂപയാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിലി ആവറേജ് ആയിട്ട് ഒരു 100-200 കിലോ വെച്ച് നമ്മൾ പൊടിച്ച് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ലാഭം തന്നെ നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് കൈവരിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും പൾവറൈസർ എന്താണെന്നറിയാം, ഇല്ലെങ്കിൽ പൊടിക്കുന്ന മെഷീൻ എന്താണെന്നറിയാം. പക്ഷേ ഈ MDMന്റെ പൾവറൈസറിൽ എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് നിങ്ങൾ നോക്കിയാൽ നമ്മൾ പുറത്ത് പല കമ്പനികളും കണ്ടിട്ടുണ്ട്. ആ കമ്പനികളൊന്നും കാണാത്ത തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ അതുപോലെ തന്നെ കുറേ റിസർച്ചുകൾ നടത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസാണ് നമ്മൾ MDMൽ ലോഞ്ച് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു മെഷീൻ തന്നെയാണ് നമ്മുടെ MDMന്റെ നൈസ് പൾവറൈസർ. അപ്പോൾ ഇതിൻ്റെ റേറ്റും വെച്ച് നോക്കിയാൽ ആരെക്കൊണ്ടും കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ പിന്നെ ആരെക്കൊണ്ടും തരാൻ പറ്റായിട്ടുള്ള ടെക്നോളജികളിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു മെഷീൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൾവറൈസർ മേടിക്കാനായിട്ട് ആദ്യം തന്നെ നോക്കുന്നത് ഇതിൻ്റെ മോട്ടറായിരിക്കും. അപ്പോൾ നമ്മുടെ MDMന്റെ ഈ നൈസ് പൾവറൈസറിൽ 2 വേരിയൻറ്റുകളാണ് വരുന്നത്. ഒന്ന് 3 HP-യിലും അതേപോലെ 5 HP-യും. ഇപ്പോൾ 3 HP-യിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 മോഡലുകൾ വരുന്നുണ്ട്. സിംഗിൾ ഫേസിൽ ഓടുന്നതും അതേപോലെ 3 ഫേസിൽ ഓടുന്ന മോഡലും വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് 5 HP-യിലാണെങ്കിൽ 3 ഫേസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ള കമ്പനികളുടെ പൾവറൈസർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ MDMന്റെ നൈസ് പൾവറൈസറിൻ്റെ ചേമ്പറിൻ്റെ സൈസ് നമുക്ക് 10 ഇഞ്ചാണ് വരുന്നത്. ബാക്കിയുള്ള കമ്പനികൾ വെച്ച് നോക്കുകയാണെങ്കിൽ 9 ഇഞ്ച് ഇല്ലെങ്കിൽ അതിൽ കുറവായിട്ടാണ് വരുന്നുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ കപ്പാസിറ്റി നല്ല കപ്പാസിറ്റിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ എന്ത് ധാന്യങ്ങൾ ഇട്ടാൽ തന്നെ ഇത് ഉള്ളിൽ സ്ലോപ്പായി കിടക്കുന്നത് കാരണം നമുക്ക് കൈകൊണ്ട് തള്ളി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പോകും. അതേപോലെ തന്നെ എത്രത്തോളം ധാന്യങ്ങൾ ഉള്ളിലേക്ക് പോകണം എന്നുള്ളത് നമുക്കിത് ഇവിടെ സ്പ്രിങ് വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാം. നമ്മുടെ മാർക്കറ്റിൽ പല ടൈപ്പ് പൾവറൈസർ കാണുമെങ്കിലും 3 HP വേരിയൻറ്റിലും 5 HP വേരിയൻറ്റിലും ഹാമർ മിൽ ടൈപ്പ് ഈ പൾവറൈസർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കമ്പനി മാത്രമാണ്. അതുപോലെ തന്നെ പല കമ്പനികളുടെയും മറ്റുള്ള കമ്പനികളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ചേമ്പറിൻ്റെ ഉള്ളിലെ ഈ ബീറ്റർ അത് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഈ നമ്മുടെ ഈ ഒരു ഹാമർ മിൽ ടൈപ്പിലെ ഈ MDMന്റെ മെഷീനിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബീറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബീറ്റ് കൊടുത്തേക്കുന്നത് വെച്ചാൽ നമ്മൾ എത്രത്തോളം ലോഡ് തന്നെ കൊടുത്താൽ പോലും നമുക്ക് പെട്ടെന്ന് നൈസായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളുടെ ബീറ്റർ ഫിക്സ്ഡ് ആയത് കാരണം അതിൽ പൊടിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ടിൽ നല്ല ഫൈനായിട്ട് നമ്മുടെ ഈ MDMന്റെ പൾവറൈസറിൽ നമുക്ക് പൊടിക്കാൻ പറ്റും. ഇതൊരു ഹാമർ മിൽ പൾവറൈസർ ആയതുകൊണ്ട് തന്നെ എത്ര ലോഡ് വേണേലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് പൊടിച്ച് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ നമ്മളിവിടെ സ്വന്തമായിട്ട് ഓണായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് വൈൻഡിങ് ചെയ്തിട്ട് കോപ്പർ വൈൻഡിങ് ചെയ്തിട്ടുള്ള മോട്ടറാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് എത്ര ലോഡ് വേണേലും ഈ ഒരു പൾവറൈസറിന് കൊടുക്കാം. ഒരു പൾവറൈസർ എന്ന് പറയുമ്പം ചുരുക്കത്തിൽ നമുക്ക് വേണ്ട അളവിലും വേണ്ട സൈസിലും നമുക്ക് അത് ഫിൽട്ടർ ചെയ്ത് തരും. അതിനായിട്ട് മറ്റുള്ള കമ്പനികളിൽ ഏകദേശം ഒരു 6 സ്ലീവുകൾ 6 ഇല്ലെങ്കിൽ 6 ഫിൽട്ടർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുന്ന് മേടിക്കുന്ന ഈ ഒരു നൈസ് പൾവറൈസറിൻ്റെ കൂടെ നിങ്ങൾക്ക് 8 സ്ലീവാണ് ഞങ്ങൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ പൾവറൈസറിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു സാധനങ്ങൾ ക്യാരി ചെയ്യുന്ന ഈ ഒരു കപ്പാസിറ്റി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ചേമ്പറിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ നമ്മൾ പ്യൂർ ആയിട്ടുള്ള കാസ്റ്റ് അയണിലാണ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് 2 വേരിയന്റുകളാണ് വരുന്നത്. 3 HP 5 HP. ഇപ്പോൾ 3 HP എടുത്ത് നോക്കിയാൽ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മോട്ടർ ആയതുകൊണ്ട് ഏകദേശം 2200 ആണ് RPM 3 HP വരുന്നത്. ഈ 3 HP ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കിയാൽ നമ്മുടെ സ്വന്തം ഉപയോഗത്തിനും നമ്മുടെ കർഷകർ അത് പൊടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ 3 HP ഉപയോഗിക്കാം. അതോടൊപ്പം 5 HP മോട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3200 ആണ് RPM വരുന്നത്. ഈ 5 HP ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മൾ നോക്കിയാൽ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഈ 5 HP പൾവറൈസർ എടുക്കാം. അപ്പോൾ ഇന്നിവിടെ MDMൻ്റെ ഈ നൈസ് പൾവറൈസറിൻ്റെ ലോഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 3 HP വേരിയൻറ്റ് നമുക്ക് ആക്ച്വൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 44,900 രൂപയുള്ള ഈ ഒരു മെഷീൻ ഇന്നിവിടെ 10,000 രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങളിലേക്ക് എത്തുന്നത് 34,900 രൂപയ്ക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഈ 5 HP നൈസ് പൾവറൈസറിൻ്റെ വേരിയൻറ്റ് ആക്ച്വൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 49,900 രൂപയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് 10,000 രൂപ ഡിസ്കൗണ്ടിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് വെറും 39,900 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓഫർ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന കുറച്ച് കസ്റ്റമർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, മെഷീൻ ബുക്ക് ചെയ്യുക.